ഔദ്യോഗികമായി തുടങ്ങി ചൂരനെഴുതി ഔദ്യോഗികമായി ബുക്കിംഗ് നടക്കുന്നുണ്ട്. ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയ്ക്ക് ചെയ്തുകൊണ്ടേയുള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ട് അതിനുശേഷം മാത്രമേ പേരെഴുതൂ. ഈ ചുവരനിൽ എന്നാണ് പേരെഴുതുക? അത് പ്രഖ്യാപനം വരണം. പാർട്ടി തീരുമാനിക്കണം. അതിനുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. രാഷ്ട്രീയമായി ഒരുപാട് വെല്ലുവിളികൾ ഇനി അതിജീവിക്കാനുണ്ട് തൃശ്ശൂർ. സാധാരണയല്ലേ, അതെല്ലാവരും അതിജീവിക്കുന്നതാണ് അല്ലേ? നേരത്തെയുള്ള പ്രചാരണം നേട്ടമാകുമോ എന്നൊന്നും പറയാനൊക്കത്തില്ല. അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തുള്ള തരംഗം കേരളത്തിലുണ്ടോ? കേരളത്തിലും തൃശ്ശൂരിലുണ്ടോ? ഉണ്ടാവട്ടെ. രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിൻ്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോൾ കേരളത്തിനും അതിൻ്റെ പങ്കുപറ്റാൻ സാധിക്കും. കേരളത്തിൻ്റെ അതിൻ്റെ ഗുണമുണ്ട്. തൃശ്ശൂരിനും ഉറപ്പായിട്ടും. തൃശ്ശൂർ കേരളത്തിലാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരി.